രാജ്യവ്യാപകമായി ഡോക്ടർമാർ നടത്തിയ പണിമുടക്ക് ജനങ്ങളെ വലച്ചു. ബംഗാളിൽ ഡോക്ടർമാർ നടത്തിവന്ന സമരം പിൻവലിച്ചു. വിവാദ കാർട്ടൂൺ പുരസ്കാരം പുനഃപരിശോധിക്കണമെന്ന സർക്കാർ ആവശ്യം തള്ളി ലളിതകലാ അക്കാദമി. പുരസ്കാര തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ജൂറി തീരുമാനം അന്തിമമാണെന്നും ചെയർമാൻ നേമം പുഷ്പരാജ്. അരിമ്പൂർ മേഖലയിലെ കോൾപ്പാടങ്ങളിലെ മീൻപിടുത്ത സംഘങ്ങളെ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. അനധികൃത മീൻപിടുത്ത സാമഗ്രികൾ സംഘം പിടിച്ചെടുത്തു. മതിയായ സുരക്ഷയില്ലാതെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്വർണ്ണ ഉരുപ്പടികൾ. സുരാജ് റൗണ്ടിലെ ദേവസ്വം ബോർഡ് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളത് 12 കോടി രൂപ വിലമതിക്കുന്ന 40 കിലോ സ്വർണം. ഗുരുവായൂരിൽ വൻ കഞ്ചാവ് വേട്ട. 5 കിലോ കഞ്ചാവുമായി യുവതി പിടിയിൽ. പ്രതിക്ക് അന്തർ സംസ്ഥാന ലഹരി മാഫിയയുമായി ബന്ധമുള്ളതായി എക്സൈസ്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. +2 ലയനമടക്കമുള്ള തുടർ നടപടികൾക്കാണ് സ്റ്റേ. റിപ്പോർട്ട് നടപ്പാക്കാൻ തീരുമാനിച്ച സർക്കാരിന് തിരിച്ചടി. ചുണ്ടൽ മണലിയിലെ പലഹാര നിർമ്മാണ കേന്ദ്രത്തിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. സ്ഥാപനം പൂട്ടി ഉടമകൾ മുങ്ങി. പരിപ്പുവടയിൽ തേരട്ടയെ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. രാജ്യവ്യാപകമായി ഡോക്ടർമാർ നടത്തിയ പണിമുടക്ക് ജനങ്ങളെ വലച്ചു. ബംഗാളിൽ ഡോക്ടർമാർ നടത്തിയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക് നടത്തിയത്. ജില്ലയിൽ 5000-ഓളം ഡോക്ടർമാർ പണിമുടക്കിൽ പങ്കെടുത്തു. അത്യാഹിത വിഭാഗം, കിടത്തി ചികിത്സ എന്നീ വിഭാഗങ്ങൾ ഒഴികെയുള്ള സേവനങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള ഡോക്ടർമാരുടെ സമരം സ്വകാര്യ ആശുപത്രികളെയും പ്രതികൂലമായി ബാധിച്ചു. സർക്കാർ ആശുപത്രികളിൽ രാവിലെ 8 മുതൽ 10 വരെ OP ബഹിഷ്കരിച്ചുകൊണ്ടായിരുന്നു സമരം. മെഡിക്കൽ കോളേജിൽ 1 മണിക്കൂർ OP ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഡോക്ടർമാർ സമരത്തിൽ പങ്കെടുത്തത്. ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസും സമരത്തിന്റെ ഭാഗമായി ബഹിഷ്കരിച്ചിരുന്നു. KGMOയുടെ നേതൃത്വത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയിൽ രാവിലെ 10 വരെ ഡോക്ടർമാർ OP ബഹിഷ്കരിച്ചു. മെഡിക്കൽ വിദ്യാർത്ഥികളും ജൂനിയർ ഡോക്ടർമാരും സമരത്തിൽ പങ്കെടുത്തു. ഡെന്റൽ ക്ലിനിക്കുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ ആശുപത്രികളും സമരത്തിൽ പങ്കാളികളായി. അതേസമയം ബംഗാളിൽ ഡോക്ടർമാർ നടത്തിവന്ന സമരം പിൻവലിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജി ഡോക്ടർമാരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് 7 ദിവസമായി നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചത്. രാജ്യവ്യാപകമായി ഡോക്ടർമാർ നടത്തുന്ന 24 മണിക്കൂർ പണിമുടക്കിന്റെ ഭാഗമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തൃശൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തൃശൂർ ബ്രാഞ്ച് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പ്രതിഷേധ യോഗം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തൃശൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ജോൺ സെബാസ്റ്റ്യൻ നിവിൻ അധ്യക്ഷനായിരുന്നു. IMA തൃശൂർ ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ജോയ് മഞ്ജുള, KGMOA തൃശൂർ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം ഡോക്ടർ പവൻ, തൃശൂർ ജനറൽ ആശുപത്രി RMO ഡോക്ടർ പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിന്റെ ആവശ്യം തള്ളി ലളിതകലാ അക്കാദമി. കാർട്ടൂൺ പുരസ്കാരത്തിൽ മാറ്റമില്ലെന്ന് അക്കാദമി ചെയർമാൻ നേമം പുഷ്പരാജ്. കേരള ലളിതകലാ അക്കാദമിയുടെ കാർട്ടൂൺ പുരസ്കാരം വിവാദമായതിനെ തുടർന്ന് പുനഃപരിശോധിക്കണമെന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ചേർന്ന അക്കാദമി അടിയന്തര ഭരണസമിതി യോഗമാണ് കാർട്ടൂൺ പുരസ്കാരം പിൻവലിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചത്. തീരുമാനം ഏകകണ്ഠമായിരുന്നുവെന്ന് ലളിതകലാ അക്കാദമി ചെയർമാൻ നേമം പുഷ്പരാജ് പറഞ്ഞു. കാർട്ടൂൺ ആരുടെയെങ്കിലും അവകാശങ്ങളെയോ വിശ്വാസങ്ങളെയോ ഭരണഘടനാപരമായി ലംഘിക്കുന്നുണ്ടോ എന്ന് നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്യുമെന്നും അക്കാദമി ചെയർമാൻ വ്യക്തമാക്കി. ജഡ്ജസിന്റെ തീരുമാനം അന്തിമമാണെന്നും അതിനെ വളരെ ആദരവോടുകൂടി അംഗീകരിക്കുന്നുവെന്നുമാണ് അക്കാദമി എക്സിക്യൂട്ടീവും ജനറൽ കൗൺസിലും എടുത്ത തീരുമാനം. ഭരണഘടനാപരമായി ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അക്കാദമി നിലകൊള്ളുന്നത്, അത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ നിന്ന് അതിര് കവിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ആളെ മതപരമായിട്ടോ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാമെന്നാണ് പറയുന്നത്. കാർട്ടൂൺ പുരസ്കാരം സംബന്ധിച്ച് ചില വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അക്കാദമി നിർവാഹക സമിതിയും പുരസ്കാരം നിർണയിച്ച ജൂറിയുടെ തീരുമാനവും അന്തിമമാണെന്നാണ് വിലയിരുത്തിയത്. കാർട്ടൂൺ ഏതെങ്കിലും മതചിഹ്നത്തെ അപകീർത്തിപ്പെടുത്തുന്നതല്ലെന്നും അക്കാദമി നിർവാഹക സമിതി യോഗവും ജനറൽ കൗൺസിൽ യോഗവും വിലയിരുത്തി. അംശവടി മതചിഹ്നമല്ലെന്നും അധികാര ചിഹ്നമാണെന്നുമാണ് അക്കാദമി വിലയിരുത്തിയതെന്നും
ലളിതകലാ അക്കാദമി ചെയർമാൻ പറഞ്ഞു. അംശവടി എന്ന് പറയുന്നത് അതിൻ്റെ ആർട്ടിസ്റ്റ് തന്നെ അവകാശപ്പെടുന്നത്, ഞങ്ങൾക്ക് കത്ത് അദ്ദേഹം തന്നിട്ടുണ്ട്, ആർട്ടിസ്റ്റ് തന്നിട്ടുണ്ട്. അദ്ദേഹം അംശവടി എന്നുള്ള അർത്ഥത്തിലേ അല്ല വരച്ചിട്ടുള്ളത്, മതചിഹ്നമല്ല, അതെ, മതചിഹ്നമായിട്ടല്ല വരച്ചിരിക്കുന്നത്. അതൊരു ഒരു കയ്യിൽ സൂക്ഷിക്കുന്ന ഒരു വടിക്ക് അപ്പുറത്തേക്ക് അതിന് മതപരമായി ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം അത് കണ്ടിരിക്കുന്നത്. പുരസ്കാരം പിൻവലിക്കേണ്ടതില്ലെന്ന അക്കാദമിയുടെ നിലപാട് വേണ്ടിവന്നാൽ മുഖ്യമന്ത്രിയെയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയെയും ബോധ്യപ്പെടുത്താനും തയ്യാറാണെന്ന് അക്കാദമി ഭരണസമിതി വ്യക്തമാക്കി. ഇത്തവണ പുരസ്കാര നിർണയത്തിനായി കെ സുഭാഷിന്റെ കാർട്ടൂൺ അടക്കം 83 കാർട്ടൂണുകളാണ് ലഭിച്ചത്. പ്രമുഖ കാർട്ടൂണിസ്റ്റുകളായ സുകുമാർ, പി കൃഷ്ണകുമാർ, മധു ഓമല്ലൂർ എന്നിവരാണ് കാർട്ടൂണുകൾ പരിശോധിച്ച് വിധി നിർണയം നടത്തിയത്. ക്രൈസ്തവ മതപ്രതീകങ്ങളെ അവഹേളിക്കുന്ന കാർട്ടൂണിന് പുരസ്കാരം നൽകിയതിനെതിരെ KCBCയും വിവിധ ക്രൈസ്തവ സംഘടനകളുമാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇതേ തുടർന്നായിരുന്നു വിവാദ കാർട്ടൂൺ പുരസ്കാരം പുനഃപരിശോധിക്കാൻ മുഖ്യമന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും നിർദ്ദേശിച്ചത്. TCV ന്യൂസ്, തൃശൂർ. ക്രൈസ്തവ സഭയെ അവഹേളിക്കുന്ന തരത്തിലുള്ള കാർട്ടൂണിന് പുരസ്കാരം നൽകിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈസ്തവ സംഘടനകൾ ലളിതകലാ അക്കാദമിയിലേക്ക് മാർച്ച് നടത്തി. ക്രൈസ്തവ മതപ്രതീകങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ കാർട്ടൂണിസ്റ്റ് കെ സുഭാഷ് വരച്ച കാർട്ടൂണിന് പുരസ്കാരം നൽകിയ നടപടി സഭയോടുള്ള വെല്ലുവിളിയാണെന്ന് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പറഞ്ഞു. ആദരവർഹിക്കുന്ന ആ മൂല്യങ്ങള് അവയൊക്കെ ചവറ്റുകുട്ടയിലിട്ടിട്ട് അതൊക്കെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് അങ്ങനെ പ്രഘോഷിക്കുന്ന ആ ഒരു ശൈലിക്കെതിരെ ഇവിടുത്തെ ജാതി മത വ്യത്യാസമില്ലാതെ സർവ്വജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതല്ലെങ്കിൽ ഈ സംസ്കാരം നമുക്ക് നശിച്ചു പോകുകയാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധ രൂപതയിലെ സംഘടനകൾ സംയുക്തമായാണ് മാർച്ച് നടത്തിയത്. പാസ്റ്ററൽ സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ വൈദികരും സന്യസ്തരുമടക്കം 100 കണക്കിന് പേർ പങ്കെടുത്തു. കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ വർഗീസ് കുത്തൂർ, പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, അഡ്വക്കേറ്റ് ബിജു പറയനിലം തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ ചാലാടി പഴംകോളിലും സമീപ കോൾപ്പാടങ്ങളിലും പരമ്പരാഗത മീൻപിടുത്തക്കാർക്ക് തലവേദനയായ അനധികൃത മീൻപിടുത്ത സംഘങ്ങളെ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. മീൻപിടുത്തത്തിന് ഉപയോഗിച്ച അനധികൃത സാമഗ്രികൾ ഇവരിൽ നിന്നും കൊടുങ്ങല്ലൂർ അഴീക്കോട് നിന്ന് എത്തിയ സംഘം പിടിച്ചെടുത്തു. പ്രദേശത്ത് വർദ്ധിച്ചുവരുന്ന അനധികൃത മീൻപിടുത്ത സംഘങ്ങൾക്കെതിരെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പരാതിയെ തുടർന്നാണ് നടപടി. സംഭവവുമായി ബന്ധപ്പെട്ട് അരിമ്പൂർ സ്വദേശികളായ മാരാൻവേട്ടിൽ രവി, പുതുതൂവാട്ടിൽ ചന്ദ്രൻ, പാങ്ങാടത്ത് വിനീഷ് എന്നിവർക്കെതിരെ നടപടിയെടുത്തു. അരിമ്പൂർ ചാലാടി പഴംകോൾ പ്രദേശത്ത് അനധികൃതമായി സ്ഥാപിച്ച പത്താഴങ്ങൾ, ഊന്നുവല എന്നിവ ഫിഷറീസ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തു. കാലങ്ങളായി മുന്നറിയിപ്പ് നൽകിയിട്ടും അവഗണിച്ചുകൊണ്ട് നിലവിലുള്ളവ തുടരുകയും പുതിയവ സ്ഥാപിക്കുകയും ചെയ്തവയായിരുന്നു നീക്കം ചെയ്തത്. കേരള ഇൻലാൻഡ് ഫിഷറീസ് അക്വാകൾച്ചർ ആക്ട് 2010 പ്രകാരം നിരോധിത മത്സ്യബന്ധന രീതികളായ പത്താഴങ്ങൾ, ഊത്തപിടുത്തം, നൊരമ്പുകൾ, വിഷം കലക്കൽ, കറണ്ടടിപ്പിക്കൽ എന്നിവ നിരോധിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, ജൂൺ ജൂലൈ മാസങ്ങളിൽ മത്സ്യങ്ങളുടെ പ്രജനന കാലമാണ്. അംഗീകൃത മത്സ്യത്തൊഴിലാളികൾക്ക് ലൈസൻസോടുകൂടി മാത്രമേ മത്സ്യം പിടിക്കാൻ അനുവാദമുള്ളൂ. ജില്ലയിൽ അനധികൃതമായി ഉപയോഗിക്കുന്ന എല്ലാ അനധികൃത മത്സ്യബന്ധന രീതികളും ഉപേക്ഷിക്കേണ്ടതാണെന്നും അല്ലാത്തപക്ഷം കനത്ത നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ സുഗന്ധകുമാരി അറിയിച്ചു. അനധികൃത സംഘങ്ങൾക്കെതിരെ വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്ന് ഫിഷറീസ് സബ് ഇൻസ്പെക്ടർ PM ആൻസിൽ പറഞ്ഞു. ഇവിടെ അരിമ്പൂർ ഭാഗത്ത് നമ്മൾ വ്യാപകമായി ഒരു തെരച്ചിൽ നടത്തി ഒരുപാട് അനധികൃതമായിട്ടുള്ള മത്സ്യബന്ധന രീതിയായ പത്തായങ്ങൾ, അടിച്ചിലുകൾ, വലകളൊക്കെ കണ്ടെത്തുകയും അത് നമ്മൾ കസ്റ്റഡിയിലെടുത്തു. ഇങ്ങനെയുള്ള മത്സ്യബന്ധന രീതികൾ നിർത്താനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. ഗവൺമെന്റ് അംഗീകരിച്ച പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു ദിവസം കൂലി പോലും തികച്ചു കിട്ടുന്നില്ലെന്നാണ് പരാതി. ഇവരെ വഞ്ചി കൊണ്ടുപോകാനോ മീൻ പിടിക്കാനോ സമ്മതിക്കാതെ ഗുണ്ടാസംഘങ്ങൾ ഇവരുടെ ഉറക്കം കെടുത്തുന്നതായും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. അസിസ്റ്റന്റുമാരായ രാംകുമാർ, അനീഷ്, ലൈഫ് ഗാർഡുമാരായ ഷിഹാബ്, ഷഫീഖ്, അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ CPO ശരത് എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. TCV അന്തിക്കാട്. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര.
കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകൾ തുടരുന്നു. മതിയായ സുരക്ഷയില്ലാതെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്വർണ്ണ ഉരുപ്പടികൾ. സ്വരാജ് റൗണ്ടിലെ ദേവസ്വം ബോർഡ് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളത് 12 കോടി രൂപ വിലമതിക്കുന്ന 40 കിലോ സ്വർണം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാന മന്ദിരം തൃശൂർ സ്വരാജ് റൗണ്ടിനോട് ചേർന്നാണ്. രാത്രിയിലുണ്ടാവുക 2 സുരക്ഷാ ജീവനക്കാർ മാത്രം, ഒരു തോക്ക് പോലുമില്ല. ഈ കെട്ടിടത്തിലെ ഒരു ലോക്കറിലുള്ളത് 40 കിലോ സ്വർണമാണ്. അതായത് 12 കോടിയിലേറെ രൂപ വിലമതിക്കുന്ന സ്വർണം. തിരുവാഭരണങ്ങൾ കൂടാതെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ 200 കിലോയിൽ പരം സ്വർണമുണ്ട്. 55 കിലോ സ്വർണമുള്ളത് ബാങ്കിലാണ്. ഈ സ്വർണം പണയം വെച്ചോ വിറ്റോ കിട്ടുന്ന 18 കോടി രൂപ എടുത്ത് ബോർഡിന്റെ കടം വീട്ടാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഹൈക്കോടതിയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്ന് ബോർഡ് പ്രസിഡന്റ് AB മോഹനൻ TCVയോട് പറഞ്ഞു. ദേവസ്വം ബോർഡിന്റെ കയ്യിലുള്ള സ്വർണ്ണ നിക്ഷേപം വിവിധ ഇടങ്ങളിലായാണുള്ളത്. ക്ഷേത്രങ്ങളിൽ തിരുവാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള സ്വർണം സൂക്ഷിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും അമൂല്യവുമായ ഈ സ്വർണ്ണ നിക്ഷേപങ്ങൾക്ക് മതിയായ സുരക്ഷ ഇല്ലെന്നതാണ് സത്യം. ക്ഷേത്രങ്ങളുടെ നിത്യനിദാന ആവശ്യങ്ങൾക്കുള്ളവായതിനാൽ ഇവ വേറെ എവിടേക്കും മാറ്റാനുമാവില്ല. തൃപ്രയാർ ക്ഷേത്ര കവർച്ചയ്ക്ക് ശേഷമാണ് സുരക്ഷയ്ക്ക് വിമുക്ത ഭടന്മാരെ നിയോഗിക്കാൻ തീരുമാനമായത്. സ്വർണ്ണ നിക്ഷേപമുള്ള ക്ഷേത്രങ്ങൾ ആയുധധാരികളായ സുരക്ഷാ ജീവനക്കാരെ നിയോഗിച്ച് സുരക്ഷ വർദ്ധിപ്പിക്കാനാകും. വഴിപാടായും മറ്റും ലഭിച്ച സ്വർണ്ണ ഉരുപ്പടികൾ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടതായുണ്ട്. ബാങ്കിൽ നിക്ഷേപിച്ചാൽ പലിശ കുറവാണെന്നതാണ് ദേവസ്വം ബോർഡിന്റെ നിലപാട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് 40 കിലോ സ്വർണമുള്ളത് ദേവസ്വവുമായി അടുപ്പമുള്ളവർക്കറിയാം. ഇതേസമയം പോലീസിന് പോലും ഇക്കാര്യം അറിയില്ല. കോടികളുടെ മൂല്യമുള്ള സ്വർണം സൂക്ഷിക്കുന്ന കെട്ടിടത്തിന് കനത്ത സുരക്ഷ ഒരുക്കേണ്ടത് ദേവസ്വത്തിന്റെ ഉത്തരവാദിത്തമാണ്. TCV തൃശൂർ. ഗുരുവായൂരിൽ വൻ കഞ്ചാവ് വേട്ട. 5 കിലോ കഞ്ചാവുമായി യുവതി പിടിയിൽ. പ്രതിക്ക് അന്തർ സംസ്ഥാന ലഹരി മാഫിയയുമായി ബന്ധമുള്ളതായി എക്സൈസ് ഉദ്യോഗസ്ഥർ. ചാവക്കാട് കടപ്പുറം തൊട്ടാപ്പ് തോട്ടക്കര വീട്ടിൽ സുനീറയെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ KV ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ P ബാലകൃഷ്ണന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്ത്രപരമായ നീക്കത്തിനൊടുവിൽ പടിഞ്ഞാറേനടയിൽ KSRTC സ്റ്റാൻഡിന് സമീപത്തു നിന്നാണ് ഇവർ പിടിയിലായത്. കോയമ്പത്തൂരിൽ നിന്നാണ് ഇവർ കഞ്ചാവ് കൊണ്ടുവന്നിരുന്നത്. പോലീസിനോ എക്സൈസിനോ സംശയം തോന്നാതിരിക്കാനായി ഭർത്താവും മക്കളുമൊത്ത് കാറിലാണ് ഇവർ കഞ്ചാവ് കടത്തിയിരുന്നത്. കുടുംബവുമൊത്ത് വരികയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പലപ്പോഴും പോലീസ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെട്ടതായി പ്രതി സമ്മതിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ R ഗോപകുമാർ, CI നസീമുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിൽ 1 മാസത്തോളമായി ഇവരുടെ പ്രവർത്തനം നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ KV ബാബു പറഞ്ഞു. തൊട്ടാപ്പ് സ്വദേശിയായ ഈ വനിത സുനീറയെ 1 മാസമേ നിരീക്ഷിച്ചു വരികയായിരുന്നു. പെട്രോളിങ്ങിനിടയിൽ ഗുരുവായൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇവർ ബസ് ഇറങ്ങിയ സമയത്താണ് ഇവർ പിടികൂടിയത്. ഇവർ കഞ്ചാവ് കടത്തുന്നതിനായി 17 വയസ്സുള്ള മകനെയും 13 വയസ്സുള്ള മകളെയും സ്ഥിരമായി ഉപയോഗിച്ചു വരുന്നുണ്ട്. 5 വർഷത്തോളമായി കഞ്ചാവ് വിൽപ്പന നടത്തിവരുന്ന പ്രതിക്ക് കേരളത്തിനകത്തും പുറത്തുമുള്ള വിൽപ്പന സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇവർ തീരമേഖല കേന്ദ്രീകരിച്ച് വാടക വീടുകളിൽ മാറി താമസിച്ചാണ് വിൽപ്പന നടത്തിയിരുന്നത്. സംഘത്തിൽ ഉൾപ്പെടുന്ന കൂടുതൽ പേർക്കായി എക്സൈസ് അന്വേഷണം ഊർജിതമാക്കി. പ്രിവന്റീവ് ഓഫീസർമാരായ PA ഹരിദാസ്, TK സുരേഷ് കുമാർ, OP സുരേഷ് കുമാർ, TR സുനിൽകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ MS സുധീർ കുമാർ, ജെയ്സൺ P ദേവസി, മിക്കി ജോൺ, NB രാധാകൃഷ്ണൻ, K രഞ്ജിത്ത്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ PS രതിക എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV ഗുരുവായൂർ. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. +2 ലയനമടക്കമുള്ള തുടർ നടപടികളാണ് സ്റ്റേ ചെയ്തത്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിൽ കോടതി വിധി സർക്കാരിന് ശക്തമായ തിരിച്ചടിയായി മാറി. ഒരു കൂട്ടം അധ്യാപകരാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ അശാസ്ത്രീയമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ചത്. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരണമെന്നും വിദ്യാഭ്യാസ വകുപ്പിനെ ഏകീകരിക്കണമെന്നുമാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ. എന്നാൽ ഈ നടപടി ഹയർ സെക്കൻഡറിയുടെ നിലവാരത്തെയും പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഹയർ സെക്കൻഡറി ടീച്ചർമാർ പ്രതിഷേധ സമരം തുടർന്നു വരികയായിരുന്നു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പിൻവലിക്കുക, വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന സർക്കാരിന്റെ പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് DEO ഓഫീസിലേക്ക് KSU പ്രവർത്തകർ മാർച്ച് നടത്തി. DEO ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ DCC ജനറൽ സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. KSU ജില്ലാ പ്രസിഡന്റ് മിഥുൻ മോഹന്റെ അധ്യക്ഷതയിലായിരുന്നു സമരം. KSU ജില്ലാ സെക്രട്ടറി BS ഡേവിഡ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശോഭ സുബിൻ, ശ്രീധർ ശ്രീലാൽ, നിഖിൽ ദാമോദരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പിണറായി വിജയനോട് പറയാനുള്ളത്, മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ കൂതറയാകരുത്. ചൂണ്ടൽ പഞ്ചായത്തിലെ മണലിയിൽ
പലഹാര നിർമ്മാണ കേന്ദ്രത്തിൽ പഞ്ചായത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പരിശോധന നടത്തി. ഗുരുവായൂർ നഗരസഭാ പരിസരത്തെ കോഫി ഷോപ്പിൽ നിന്നും കഴിഞ്ഞ ദിവസം വാങ്ങിയ പരിപ്പ് വടയിൽ തേരട്ടയെ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പലഹാര നിർമ്മാണ കേന്ദ്രത്തിൽ പരിശോധന നടത്തിയത്. മണലി സ്കൂളിന് മുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഗുണ എന്ന പലഹാര നിർമ്മാണ കേന്ദ്രത്തിലാണ് പരിശോധന നടത്തിയത്. ഇവിടെ നിന്നുള്ള പരിപ്പ് വടയിലാണ് തേരട്ടയെ കണ്ടെത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം, സെക്രട്ടറി വസന്തകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി സാജൻ സി ജേക്കബ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് സ്ഥാപനത്തിൽ പരിശോധനയ്ക്കായി എത്തിയത്. എന്നാൽ പരിശോധനാ സംഘം എത്തുന്നതിന് മുൻപ് നിർമ്മാണ കേന്ദ്രം പൂട്ടി സ്ഥാപനോടമയും ജീവനക്കാരും സ്ഥലം വിട്ടിരുന്നു. തുറന്നു കിടന്നിരുന്ന പുറകുവശത്തെ വാതിൽ വഴി അകത്ത് കടന്ന സംഘം പരിശോധന നടത്തിയെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കുന്നിടത്തേക്ക് പ്രവേശിക്കാനായില്ല. പഴകിയ പരിപ്പുവടയും ഉഴുന്നുവടയും അവയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. കൂടാതെ മലിനജലം തളം കെട്ടി നിൽക്കുന്ന നിലയിലുമായിരുന്നു. സ്ഥാപനം പ്രവർത്തിക്കുന്ന സ്ഥലം കാടുപിടിച്ചു കിടക്കുന്ന അവസ്ഥയിലുമാണ്. ചൂണ്ടാൽ പഞ്ചായത്ത് പരിധിയിൽ ഇത്തരത്തിലുള്ള 20ഓളം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് വിവരം. പഞ്ചായത്ത് പരിധിയിലെ മറ്റ് സ്ഥാപനങ്ങളിലും വരും ദിവസം പരിശോധന തുടരുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് KS കരീം വ്യക്തമാക്കി. പഞ്ചായത്ത് പരിധിയിലെ പല സ്ഥാപനങ്ങളും ലൈസൻസോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മുൻപേ ആക്ഷേപമുയർന്നിരുന്നു. TCV കുന്നംകുളം. തൃശൂരിൽ നിന്നുള്ള ജനപ്രതിനിധികളടക്കമുള്ളവർ MP-മാരായി ചുമതലയേറ്റു. 17ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിലാണ് MP-മാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. തെരഞ്ഞെടുപ്പ് നടക്കാത്ത വെല്ലൂർ മണ്ഡലം ഒഴികെയുള്ള ഇടങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികളാണ് ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ സർക്കാർ നാമനിർദ്ദേശം ചെയ്യുകയാണ് പതിവ്. അതിനാൽ 542 അംഗങ്ങളാണ് 2 ദിവസമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. ജില്ലയിൽ നിന്നുള്ള TN പ്രതാപൻ, രമ്യ ഹരിദാസ്, ബെന്നി ബെഹന്നാൻ എന്നിവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവരിൽ നിന്നും ആശംസകൾ ഏറ്റുവാങ്ങിയാണ് മൂവരും അധികാരമേറ്റത്. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം നായാടി കോളനിവാസിയായ യുവതിയെയും മകനെയും ആക്രമിച്ചതായി പരാതി. ആക്രമണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വാർഡംഗം ജമാൽ കോട്ടോലിനെതിരെ പോലീസിൽ പരാതി നൽകി. പരിക്കേറ്റ വടക്കേക്കോട്ടോൽ നായാടി കോളനിയിൽ അമ്പിളി, മകൻ അജിൻ കൃഷ്ണ എന്നിവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു സംഭവം. വടക്കേക്കോട്ടോൽ നായാടി കോളനിക്ക് സമീപം വാസയോഗ്യമല്ലാത്ത വീട്ടിൽ കഴിഞ്ഞിരുന്ന 2 യുവതികളെയും 2 കുട്ടികളെയും പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ കോളനി ഓഡിറ്റോറിയത്തിൽ താൽക്കാലിക വിശ്രമത്തിന് സൗകര്യമൊരുക്കിയിരുന്നു. കോളനിയിലെ ഓഡിറ്റോറിയം നോക്കി നടത്തുന്നതിന് പഞ്ചായത്ത് നിയോഗിച്ചത് അമ്പിളിയെയാണ്. ഓഡിറ്റോറിയം താമസത്തിന് വിട്ടു നൽകിയത് ചോദ്യം ചെയ്താണ് സൂക്ഷിപ്പുകാരിയായ അമ്പിളിയെ വാർഡംഗം ജമാൽ കോട്ടോൽ അസഭ്യം പറഞ്ഞത്. വിഷയം തർക്കമായതോടെ പഞ്ചായത്ത് അധികൃതരെത്തി പഞ്ചായത്തിന്റെ അറിവോടെയാണ് ഓഡിറ്റോറിയം നൽകിയതെന്ന് വാർഡ് മെമ്പറെ ബോധ്യപ്പെടുത്തി. എന്നാൽ അവർ പോയതോടെ ജമാൽ ഇവരുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുകയും മുറ്റത്തുണ്ടായിരുന്ന ചട്ടികളും മറ്റും ചവിട്ടിപ്പൊട്ടിക്കുകയും ചെയ്തുവെന്നും ഇത് തടയാൻ ശ്രമിച്ച അമ്പിളിയെയും മകനെയും മർദ്ദിച്ചുവെന്നും പറയുന്നു. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ചെന്നപ്പോൾ എൻ്റെ കഴുത്ത് പിടിച്ചിട്ട് പൊന്തിച്ചിട്ട് നിലത്തി കിട്ടു. അപ്പോൾ അമ്മ പിടിച്ചാൽ ചെന്നപ്പോൾ അമ്മയുടെ മുന്തിട്ടു, അമ്മയുടെ തലയിൽ പോയിട്ട് എൻ്റെ ജാതിപ്പേര് വിളിച്ചൊക്കെ ആശീർവദിച്ചു. ഞങ്ങൾ രാത്രി ഇവിടുന്ന് അടിച്ചോടിക്കുന്നുണ്ട്. രണ്ടാമത്തെ മോനെ തല്ലാൻ വന്നപ്പോൾ ഈ 14 വയസ്സുള്ള എൻ്റെ ഈ മോനെ കഴുത്തിന് പിടിച്ചിട്ടാണ് ആ മെമ്പർ അങ്ങോട്ട് തള്ളിയിട്ടത്. അത് തടുക്കാൻ ഞാൻ എന്നെയും പിടിച്ച് തള്ളിയിട്ട് എൻ്റെ തലയൊക്കെ നിലത്തിട്ട് അടിച്ചു. മർദ്ദനത്തിൽ കൈക്കും കഴുത്തിനും പരിക്കേറ്റ ഇവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. TCV കുന്നംകുളം. ഇടവേള. നീ അച്ഛനെ പോലെയാണെന്നാ എല്ലാരും പറയാറ്. എൻ്റെ അതേ പിടിവാശിയാണ് നിനക്കെന്ന്. അച്ഛൻ്റെ ഏറ്റവും വലിയ വാശി എന്താണെന്നറിയോ? നിനക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം എന്ന വാശി. മോളെ, ഇതച്ഛൻ്റെ സെലക്ഷനാ. കാരണം ഒരു മകളാണ് എന്നും അച്ഛൻ്റെ ലോകം. ജോസ് ആലുക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. വാർത്തയിലേക്ക്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ ചുങ്കാൽ സെന്ററിൽ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി. ഉച്ചയ്ക്ക് 12ഓടെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട ടിപ്പർ ഇലക്ട്രിക് പോസ്റ്റ് തകർത്ത ശേഷമാണ് കടയിലേക്ക് ഇടിച്ചു കയറിയത്. കടയുടെ മേൽക്കൂരയിലെ ഷീറ്റും മറ്റ് സാധന സാമഗ്രികളും നശിച്ചു. ബസ് സ്റ്റോപ്പിലും കടയുടെ വരാന്തയിലും ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. +1 ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ആരംഭിച്ചു. ജില്ലയിൽ 5790 സീറ്റുകളിലേക്കുള്ള പ്രവേശനം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി നടക്കും. ഇത് പൂർത്തിയായാൽ ബാക്കി വരുന്ന സീറ്റുകളിലേക്ക് 19-ന് പുതിയ അപേക്ഷ ക്ഷണിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2ാം സപ്ലിമെന്ററി അലോട്ട്മെന്റും വേണ്ടിവന്നാൽ 3ാം സപ്ലിമെന്ററി അലോട്ട്മെന്റും നടത്തും. +1 പ്രവേശന നടപടികൾ ഈ മാസം 26-ന് പൂർത്തിയാകും. വികസനത്തെ ചൊല്ലി തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ പരസ്പരം കൊമ്പുകോർത്തു.
പൊതുചർച്ച നിഷേധിച്ച് വീണ്ടും ഭരണസമിതി. അന്തരിച്ച വാദ്യകലാകാരൻ അന്നമനട പരമേശ്വരൻ മാരാർ, പരിസ്ഥിതി പ്രവർത്തകൻ ബൈജു കെ വാസുദേവൻ അടക്കമുള്ളവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയാണ് കൗൺസിൽ യോഗം ആരംഭിച്ചത്. തുടർന്ന് എംഒ റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള ഭൂമി കൈമാറ്റവും രജിസ്ട്രേഷനും സംബന്ധിച്ച ആദ്യ അജണ്ടയുമായി ആരംഭിച്ചപ്പോൾ തന്നെ BJP പ്രതിപക്ഷാംഗം MS സമ്പൂർണ്ണ പൊതുവിഷയങ്ങളിൽ പൊതുചർച്ച വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി. എന്നാൽ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും മേയർ പൊതുചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചു. ഇതോടെ അജണ്ടയിന്മേലുള്ള ചർച്ചയ്ക്കും തുടക്കമായി. എംഒ റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള വലിയ കടമ്പയായ പോസ്റ്റ് ഓഫീസ് കെട്ടിടം പൊളിച്ചു നീക്കിയ നടപടിയെ മുക്തകണ്ഠം പ്രശംസിച്ച് ഭരണകക്ഷി കൗൺസിലർമാർ രംഗത്തെത്തിയപ്പോൾ വികസനത്തിന്റെ ക്രെഡിറ്റ് മുൻ കോൺഗ്രസ് ഭരണസമിതിക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു. വികസനത്തിൽ ആത്മാർത്ഥമായ സമീപനമല്ല LDF ഭരണസമിതി നടത്തുന്നതെന്ന് മുൻ മേയർ കൂടിയായ പ്രതിപക്ഷാംഗം രാജൻ ജെ പല്ലൻ കുറ്റപ്പെടുത്തി. വികസനത്തെ വികസനം കൊണ്ട് നേരിടാൻ ഭരണസമിതി തയ്യാറാകണമെന്ന് പറഞ്ഞ രാജൻ ജെ പല്ലൻ MG റോഡ് വികസനം സാധ്യമാക്കാൻ കഴിയാത്ത ഭരണസമിതി തനിക്ക് അവസരം തന്നാൽ വികസനം സാധ്യമാക്കി തരാമെന്നും വാദിച്ചു. എന്നാൽ മുൻ ഭരണസമിതി തയ്യാറാക്കിയ കരാറിലെ പിശകുകളാണ് എംഒ റോഡ് വികസനം വർഷങ്ങൾ നീണ്ടുപോകാൻ കാരണമാക്കിയതെന്ന് ഭരണപക്ഷാംഗങ്ങൾ തിരിച്ചടിച്ചു. അതേസമയം തങ്ങൾക്കും ഇക്കാര്യത്തിൽ പങ്കുണ്ടെന്നറിയിച്ച BJP അംഗം MS സമ്പൂർണ്ണ വികസനം പ്രതിപക്ഷമടങ്ങുന്ന മൊത്തം ഭരണസമിതിയുടേതുമാണെന്ന് വാദിച്ചു. ഇതിനിടെ കോർപ്പറേഷനിൽ CPM BJP കൂട്ടുകക്ഷി ഭരണമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ ഉപനേതാവ് ജോൺ ഡാനിയൽ ആരോപിച്ചു. എന്നാൽ CPMുമായി രഹസ്യധാരണയുള്ളത് കൗൺസിലിൽ 22 അംഗങ്ങളുള്ള കോൺഗ്രസിനാണെന്നത് പരസ്യമായ രഹസ്യമാണെന്ന് BJP അംഗം സമ്പൂർണ്ണ കുറ്റപ്പെടുത്തി. മൂഢസ്വർഗത്തിലുള്ള ഭരണസമിതി മണ്ണിൽ തലമൂടി കഴിയുന്ന ഒട്ടകപക്ഷിയുടെ അവസ്ഥയിലാണെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MK മുകുന്ദൻ കുറ്റപ്പെടുത്തിയപ്പോൾ പൊളിക്കൽ മാത്രം നടത്തുന്ന ഭരണസമിതിയുടെ ജനദ്രോഹ നിലപാടുകൾക്കെതിരെ ഇനിയെങ്കിലും BJP കോൺഗ്രസ് പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കണമെന്ന് മറ്റൊരു കോൺഗ്രസ് അംഗം ഫ്രാൻസിസ് ചാലിശ്ശേരി ആവശ്യപ്പെട്ടു. 54 അജണ്ടകളാണ് യോഗം പരിഗണിച്ചത്. TCV തൃശൂർ. വടക്കേ സ്റ്റാൻഡിലെ താൽക്കാലിക ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കൗൺസിലർമാർ പ്രതിഷേധ മാർച്ച് നടത്തി. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MK മുകുന്ദന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് താൽക്കാലിക ബസ് സ്റ്റാൻഡിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ DCC വൈസ് പ്രസിഡന്റും മുൻ മേയറുമായ IP പോൾ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് MK മുകുന്ദൻ അധ്യക്ഷനായിരുന്നു. കോർപ്പറേഷൻ പ്രതിപക്ഷ ഉപനേതാവ് ജോൺ ഡാനിയൽ, മുൻ MLA TV ചന്ദ്രമോഹൻ, കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാർ ജീവനക്കാരെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വാദം. മധ്യമേഖല ജലപരിവേഷണ വിഭാഗം അസിസ്റ്റന്റ് മറൈൻ സർവേയർ മഞ്ജു ദാമോദരനാണ് സംഭവത്തിൽ വിശദീകരണം നൽകിയത്. ഓഫീസിലെ ഫീൽഡ് അസിസ്റ്റന്റ് മാലിങ്കര പടന്ന വീട്ടിൽ ഷാൻ ഭാര്യ ഹണിയാണ് ഓഫീസിൽ വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയത്. 6 വർഷമായി ഈ വകുപ്പിൽ ജോലി ചെയ്യുന്ന തന്നെ മേലുദ്യോഗസ്ഥ മാനസികമായി പീഡിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തതായി ഹണി ആരോപിച്ചിരുന്നു. എന്നാൽ ഹണി ഉന്നയിച്ച ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് മഞ്ജു ദാമോദരൻ പറഞ്ഞു. ഇതിന്റെ പുറകിൽ എന്തായാലും ഒരു ശക്തമായ ഗൂഢാലോചന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിന് വേണ്ട അന്വേഷണമൊക്കെ നടത്തണം. പിന്നെ ബാക്കി ആൾക്ക് ഈ ജീവനക്കാരിക്കെതിരെ ഈ 7 കൊല്ലം ഇവിടെ ജോലി ചെയ്തപ്പോൾ ആൾക്ക് ഇതുവരെ ഒരു പരാതി ഒന്നും പറയാനില്ല. ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം ഹണീനെ മുൻനിർത്തി കുറച്ച് ആൾക്കാർ ഇതിനകത്ത് ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. ആരോപണങ്ങൾക്ക് പിറകിൽ ബാഹ്യ ഇടപെടലും ഗൂഢാലോചനയും ഉള്ളതായി അസിസ്റ്റന്റ് മറൈൻ സർവേയർ കുറ്റപ്പെടുത്തി. തളിക്കുളം ഇടശ്ശേരിയിൽ വാടക വീട്ടിലെ കുളിമുറിയിൽ 11 വയസ്സുകാരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസ്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് പെൺകുട്ടിയെ കുളിമുറിയുടെ വാതിലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കഴുത്തിലെ കുരുക്കിനെ തുടർന്നുണ്ടായ ശ്വാസതടസ്സമാണ് മരണകാരണമെന്ന് വ്യക്തമായി. തളിക്കുളം AMUP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു മരിച്ച പെൺകുട്ടി. വാടനപ്പള്ളി CI ബിജുവിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. യന്ത്രത്തകരാറിനെ തുടർന്ന് കടലിൽ കുടുങ്ങിയ മത്സ്യബന്ധന വള്ളത്തിലെ തൊഴിലാളികളെ തീരദേശ പോലീസ് രക്ഷപ്പെടുത്തി. അഴീക്കോട് അഴിമുഖത്ത് നിന്ന് 40 തൊഴിലാളികളുമായി മത്സ്യബന്ധനത്തിന് പോയ ഫ്രണ്ട്സ് എന്ന ഇൻബോർഡ് വള്ളമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് കടലിൽ അകപ്പെട്ടത്. ലൈറ്റ് ഹൗസിന് പടിഞ്ഞാറ് വശം പ്രവർത്തനരഹിതമായി കിടന്ന വള്ളത്തെ തീരദേശ പോലീസ് ഫിഷറീസ് റെസ്ക്യൂ ബോട്ടിന്റെ സഹായത്തോടെ കരയിലെത്തിച്ചു. തീരദേശ പോലീസ് SI നന്ദനൻ, സീനിയർ CPO സിദ്ദിഖ് ഹസൻ തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. ചാലക്കുടിയിൽ ഗുണ്ടാസംഘം വീട് ആക്രമിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. പോട്ട അലവി സെന്ററിൽ കോമ്പാറക്കാരൻ ജാക്സന്റെ വീട്ടിലാണ് 8ഓളം പേർ വാഹനത്തിലെത്തി ആക്രമണം നടത്തിയത്. ജാക്സന്റെ പിതാവ് 61 വയസ്സുള്ള ഔസേപ്പിനാണ് മർദ്ദനമേറ്റത്. ഇയാളെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന്റെ കാർ പോർച്ചിലെ മിനി ലോറി, കാർ എന്നിവ അടിച്ചു തകർത്തു. വീടിനകത്തെ ഫർണിച്ചറുകളും
അക്രമികൾ നശിപ്പിച്ചു. ഇതിനിടയിലാണ് ഔസേപ്പിന് മർദ്ദനമേറ്റത്. ഇയാളുടെ ഭാര്യ റോസ്ലിക്ക് നേരെയും ബലപ്രയോഗമുണ്ടായി. ബഹ്റിനിൽ ജോലി ചെയ്യുന്ന ജാക്സണുമായുള്ള പണമിടപാടുള്ള ആളുകളാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. റോസ്ലിയുടെ പരാതി പ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രളയത്തിൽ തകർന്ന ബണ്ട് പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറപ്പൂക്കര പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഉപരോധിച്ചു. പറപ്പൂക്കര പള്ളത്താണ് ബണ്ട് പൊട്ടി കുറുമാലിപ്പുഴ ഗതിമാറി ഒഴുകിയത്. ഇതുമൂലം പ്രദേശത്തെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിരുന്നു. കാലവർഷം ആരംഭിച്ചിട്ടും പൊട്ടിയ ബണ്ട് പുനർനിർമ്മിക്കാൻ അധികൃതർ നടപടിയെടുത്തില്ലെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. മഴ ശക്തമായാൽ ബണ്ട് കൂടുതൽ തകരാൻ സാധ്യതയുണ്ടെന്നും എത്രയും വേഗം ബണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങളുടെ ആശങ്കയകറ്റണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. പാർലമെന്റ് വൈസ് പ്രസിഡന്റ് KL ജെയ്സൺ, പ്രശാന്ത് നെടിയമ്പറമ്പത്ത്, CP സോജി, KU നിത്യാനന്ദൻ, രാജേഷ് വെമ്പനാട്ട് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. പ്രളയത്തിൽ പൂർണ്ണമായും തകർന്ന വീട് സേവാഭാരതി പ്രവർത്തകർ പുനർനിർമ്മിച്ചു നൽകി. ചെങ്ങാലൂർ ഉപ്പുംപറമ്പിൽ ശശിധരന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ നിർമ്മാണത്തിനിടെ ശശിധരൻ മരണപ്പെട്ടിരുന്നു. ഭൂമിക്ക് പട്ടയമില്ലാത്തത് മൂലം സർക്കാർ സഹായങ്ങൾ ലഭിക്കാതെ ദുരിതമനുഭവിക്കുന്ന സമയത്താണ് സേവാഭാരതി പ്രവർത്തകർ ഈ കുടുംബത്തിന് കൈത്താങ്ങായത്. രാഷ്ട്രീയ സ്വയം സേവക സംഘം ക്ഷേത്രീയ സഹസമ്പർക്ക പ്രമുഖ് AR മോഹനൻ ശശിധരന്റെ ഭാര്യ ചന്ദ്രികയ്ക്ക് വീടിന്റെ താക്കോൽ നൽകി. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സംഘ് ചാലക് NP മുരളി, സീരിയൽ ബാലതാരം ശിവാനി, ജില്ലാ കാര്യവാഹക് കൃഷ്ണകുമാർ, BJP ജില്ലാ പ്രസിഡന്റ് A നാഗേഷ്, BMS സംസ്ഥാന സമിതി അംഗം TC സേതുമാധവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരിച്ച വന്യജീവി സംരക്ഷകൻ ബൈജു വാസുദേവന് കണ്ണീരിൽ കുതിർന്ന അന്ത്യാഞ്ജലി. ചിക്ലായിയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകൾ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചു. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം ഉച്ചതിരിഞ്ഞ് അനേകം വാഹനങ്ങളുടെ അകമ്പടിയോടെ മൃതദേഹം കണ്ണൻകുഴി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് കൊണ്ടുപോയി പൊതുദർശനത്തിന് ശേഷം പുളികിലപ്പാറയിലെത്തിച്ച് മൃതദേഹം തറവാട് വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് മാനസിക ശാരീരിക ആരോഗ്യ ഉല്ലാസം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന സൈക്കിൾ ജലധാരയൊരുക്കി ശ്രദ്ധേയമാവുകയാണ് കാര്യട്ടുകരയിലെ അമ്മ എന്ന സ്ഥാപനം. കഴിഞ്ഞ 23 വർഷമായി പരിമിതപ്രജ്ഞരായ ദിവ്യാംഗജർക്കായി നാടകവും മ്യൂസിക് തെറാപ്പിയും യോഗയും നടത്തിവരുന്നതിനു പുറമെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി സംരക്ഷണ തൊഴിലിടം എന്ന കാൽവയ്പും നടപ്പാക്കുകയാണ് അമ്മയിൽ. ഇതിനായി 1 വർഷത്തെ സർക്കാർ ഗ്രാന്റും ഇവർ നേടിക്കഴിഞ്ഞു. ഇതിനിടയിലാണ് ലോകത്ത് തന്നെ ആദ്യമായി ഭൗതിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് ആയാസരഹിതമായി സൈക്കിൾ ചവിട്ടി വ്യായാമത്തിനും മാനസിക ഉല്ലാസത്തിനും ശ്രദ്ധോത്തേജനത്തിനും ഉതകുന്ന സൈക്കിൾ ജലധാര സ്ഥാപിച്ചിരിക്കുന്നത്. എന്നും വേറിട്ട വഴിയിലൂടെ ചിന്തിക്കുന്ന അമ്മയുടെ മറ്റൊരു പുതിയ കാൽവയ്പാണ് ഈ പുതിയ സംവിധാനം. വേലൂർ സ്വദേശിയായ KCB ജീവനക്കാരനും സൈക്കിൾ പ്രചാരകനുമായ സൈക്കിൾ പ്രാഞ്ചി എന്ന CD ഫ്രാൻസിസ് ആണ് അമ്മയിലെ അന്തേവാസികൾക്കായി ഇത് സമ്മാനിച്ചിരിക്കുന്നത്. വേലൂർ ഗ്രാമത്തിൽ ചക്കരപ്പന്തൽ എന്ന നാടകം അവതരിപ്പിക്കാൻ പോയ അമ്മയിലെ അന്തേവാസികൾ CD ഫ്രാൻസിസ് അവിടെ പ്രദർശിപ്പിച്ച സൈക്കിൾ ജലധാരയിൽ ആകൃഷ്ടരാകുകയും അതിൽ അവർ കാണിക്കുന്ന സന്തോഷം കണ്ടപ്പോൾ ഫ്രാൻസിസ് അമ്മയിലെ അന്തേവാസികൾക്കായി സൈക്കിൾ ജലധാര നിർമ്മിച്ചു നൽകുകയുമായിരുന്നു. ശാരീരികമായും മാനസികവുമായ വ്യായാമത്തിനു പുറമെ ഏകാഗ്രതയും മനഃശക്തിയും വർദ്ധിപ്പിക്കാനും സൈക്കിൾ ജലധാര സഹായിക്കുമെന്നും ലോകത്ത് തന്നെ ഇത്തരമൊരു സംവിധാനം ആദ്യമാണെന്നും അമ്മ സാരഥി ഭാനുമതി ടീച്ചർ പറയുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായ വ്യായാമം, ബൗദ്ധികമായ വ്യായാമം, മെന്റൽ പ്ലഷർ, കോൺസെൻട്രേഷൻ പവർ, ഇതിനൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. ഏതൊരാൾക്കും വളരെ ആയാസകരമായി ചവിട്ടാൻ സഹായകമായ വിധത്തിലാണ് സൈക്കിൾ ഉറപ്പിച്ചിരിക്കുന്നത്. ജലധാരയിലെ ബാസ്ക്കറ്റുകളിൽ വെള്ളത്തിന്റെ ശക്തിയിൽ പന്ത് ഉയർന്നു നിൽക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത. വേഗതയ്ക്കനുസരിച്ചാണ് ഇവയുടെ പ്രവർത്തനം. വലിയ മുതൽ മുടക്കില്ലാതെ ആക്രിസാധനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഇവ കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്നത് തനിക്ക് സന്തോഷം നൽകുന്നതാണെന്ന് CD ഫ്രാൻസിസ് പറഞ്ഞു. സ്ക്രാപ്പാണ് ശരിക്കും, ഇതെല്ലാം സ്ക്രാപ്പുകൾ ഓരോന്ന് കൂട്ടിയിണക്കി എടുത്തുണ്ടാക്കിയതാണ്. കുട്ടികളുടെ സന്തോഷമാണ് നമ്മൾ ആഗ്രഹിച്ചത്. എനിക്ക് പിറക്കാതെ പോയ കുഞ്ഞുങ്ങളാണ്, ആ രീതിയിലാണ് ഞാൻ അവരെ കണ്ടത്. തന്റെ വീട്ടുകിണറ്റിൽ നിന്ന് ടാങ്കിലേക്ക് വെള്ളമടിക്കാൻ ഉപയോഗിച്ചിരുന്ന സൈക്കിളാണ് അമ്മയിലെ അന്തേവാസികൾക്കായി ഫ്രാൻസിസ് നൽകിയിരിക്കുന്നത്. ജില്ലാ കളക്ടർ TV അനുപമ സൈക്കിൾ ജലധാരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അമ്മ പ്രസിഡന്റ് ഡോക്ടർ ലോല രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. TCV ന്യൂസ്, തൃശൂർ. ഇരിങ്ങാലക്കുട തെക്കേ അങ്ങാടിയിൽ കാറിൽ ഉപേക്ഷിച്ച നിലയിൽ വ്യാജ വിദേശ മദ്യം കണ്ടെടുത്തു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിൽ 135 ലിറ്റർ മദ്യം കവറുകളിലാക്കി സൂക്ഷിച്ച നിലയിലായിരുന്നു.
എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വർഗീസ് കുന്നത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മദ്യം പിടികൂടിയത്. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. അടുപ്പ് കത്തിക്കൊണ്ടിരിക്കെ ഗ്യാസ് സിലിണ്ടർ ചോർന്നു. കടവല്ലൂർ പുത്തൻപേടികയിൽ മുഹമ്മദിന്റെ വീട്ടിലാണ് സംഭവം. വീട്ടുകാർ സിലിണ്ടർ ഉടൻ മാറ്റിയതിനാൽ വൻ ദുരന്തമൊഴിവായി. കുന്നംകുളം അഗ്നിശമന സേനയെത്തി ഗ്യാസ് ചോർച്ച നിർവീര്യമാക്കി. സിലിണ്ടറിന്റെ ലോഹഭാഗം തേയ്മാനം വന്നാണ് ചോർച്ചയുണ്ടായത്. ഏജൻസിയുടെ നോട്ടക്കുറവാണ് ദ്വാരമുള്ള സിലിണ്ടർ വിതരണം ചെയ്യാൻ കാരണമെന്ന് വീട്ടുകാർ ആരോപിച്ചു. ഇരിങ്ങാലക്കുട വിശ്വനാഥപുരം ക്ഷേത്രത്തിന് സമീപം കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബംഗാൾ സ്വദേശികളായ 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ബൈക്ക് യാത്രികരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇരിങ്ങാലക്കുടയിൽ നിന്ന് പുല്ലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ പോക്കറ്റ് റോഡിലേക്ക് തിരിയുന്നതിനിടെ ഇതിനെ മറികടക്കാൻ ശ്രമിച്ച ബൈക്ക് കാറിലിടിച്ച് നിയന്ത്രണം വിട്ട് സമീപത്തെ മതിലിൽ ഇടിക്കുകയായിരുന്നു. മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ കോർപ്പറേഷൻ പുതിയ വാഹനങ്ങൾ നിരത്തിലിറക്കി. ഉറവിട മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി കോർപ്പറേഷൻ നടപ്പാക്കി വരുന്ന ഡോർ ടു ഡോർ കളക്ഷൻ പദ്ധതിക്കായാണ് 47 ലക്ഷം രൂപ ചെലവഴിച്ച് 7 മിനി ട്രക്കുകൾ വാങ്ങിയത്. ഇവയുടെ കളക്ഷൻ പ്രവർത്തനാരംഭം മേയർ അജിത വിജയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ കമ്മിറ്റിയുടെ ജനരംഗവേദിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ഗിരീഷ് കർണാട് അനുസ്മരണം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ നടന്ന ചടങ്ങിൽ നാടകാചാര്യൻ കുമാരവർമ്മ അനുസ്മരണ പ്രഭാഷണം നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം പ്രസിഡന്റ് ഡോക്ടർ സി രാവുണ്ണി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഡോക്ടർ MN വിനയ്കുമാർ, രേണു രാമനാഥ്, ഡോക്ടർ NR ഗ്രാമപ്രകാശ്, CR ദാസ്, KS സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജോസ് കെ മാണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഒരു വിഭാഗം കേരള കോൺഗ്രസ് എം പ്രവർത്തകർ തൃശൂരിൽ യോഗം ചേർന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് പായപ്പന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ 100ഓളം പേർ പങ്കെടുത്തു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബേബി മാത്യു കാവുങ്കൽ, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജോസ് മുതുക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യവ്യാപകമായി ഡോക്ടർമാർ നടത്തിയ പണിമുടക്ക് ജനങ്ങളെ വലച്ചു. ബംഗാളിൽ ഡോക്ടർമാർ നടത്തിവന്ന സമരം പിൻവലിച്ചു. വിവാദ കാർട്ടൂൺ പുരസ്കാരം പുനഃപരിശോധിക്കണമെന്ന സർക്കാർ ആവശ്യം തള്ളി ലളിതകലാ അക്കാദമി. പുരസ്കാര തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ജൂറി തീരുമാനം അന്തിമമാണെന്നും ചെയർമാൻ നേമം പുഷ്പരാജ്. അരിമ്പൂർ മേഖലയിലെ കോൾപ്പാടങ്ങളിലെ മീൻപിടുത്ത സംഘങ്ങളെ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി. അനധികൃത മീൻപിടുത്ത സാമഗ്രികൾ സംഘം പിടിച്ചെടുത്തു. മതിയായ സുരക്ഷയില്ലാതെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സ്വർണ്ണ ഉരുപ്പടികൾ. സ്വരാജ് റൗണ്ടിന്റെ ദേവസ്വം ബോർഡ് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളത് 12 കോടി രൂപ വിലമതിക്കുന്ന 40 കിലോ സ്വർണം. ഗുരുവായൂരിൽ വൻ കഞ്ചാവ് വേട്ട. 5 കിലോ കഞ്ചാവുമായി യുവതി പിടിയിൽ. പ്രതിക്ക് അന്തർ സംസ്ഥാന ലഹരി മാഫിയയുമായി ബന്ധമുള്ളതായി എക്സൈസ്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. +2 ലയനമടക്കമുള്ള തുടർ നടപടികൾക്കാണ് സ്റ്റേ. റിപ്പോർട്ട് നടപ്പാക്കാൻ തീരുമാനിച്ച സർക്കാരിന് തിരിച്ചടി. ചൂണ്ടൽ മണലിയിലെ പലഹാര നിർമ്മാണ കേന്ദ്രത്തിൽ ആരോഗ്യ വിഭാഗത്തിന്റെ മിന്നൽ പരിശോധന. സ്ഥാപനം പൂട്ടി ഉടമകൾ മുങ്ങി. പരിപ്പോടയിൽ തേരട്ടയെ കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.